കാലങ്ങളായിട്ട് UDF നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രഹസന ബഡ്ജറ്റാണ് ഇത്തവണ നടത്തിയിട്ടുള്ളത്. ബഡ്ജറ്റ് അവതരിപ്പിച്ച വൈസ് ചെയർപേഴ്സൺ പല ഘട്ടങ്ങളിലായി പറഞ്ഞത് എല്ലാം സ്വപ്ന പദ്ധതികളാണെന്നാണ്. അപ്പോൾ സ്വപ്നമായി അവശേഷിക്കുന്ന രീതിയിലുള്ള വലിയ പ്രഖ്യാപനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ വൈസ് ചെയർപേഴ്സൺ പറഞ്ഞത് 2050 വരെയുള്ള വികസനങ്ങൾ വരെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഒരു സമയത്ത്. അപ്പോൾ അത് 2030 വരെ നടപ്പാക്കാനുള്ളതല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാലാകാലങ്ങളെ ഇത്തരം ബഡായി പറച്ചിൽ തന്നെയാണ് ഈ ബഡ്ജറ്റുമായിട്ട് ഉണ്ടായിട്ടുള്ളത്. വെലമ്പുഴ സ്കൂളിനെ കുറിച്ച് ഞങ്ങളുടെ നിലപാടുകൾ ആദ്യം വ്യക്തമാക്കിയാണ്. ഞങ്ങളുടെ പാർട്ടി ഏരിയ സെക്രട്ടറി ഒക്കെ തന്നെ അതിനെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട് പ്രസ്താവനകൾ കൊടുത്തതാണ്. ഈ ബജറ്റിനകത്ത് ഒരു 30 ലക്ഷം രൂപ വെച്ചു എന്നാണ് പറഞ്ഞത്, വെക്കുമെന്നാണ് പറഞ്ഞത്. അത് സ്വാഗതാർഹമാണ്. അതിന് എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഇടതുപക്ഷ കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. KSRTC ഡിപ്പോനെ കുറിച്ച് പറയുമ്പോൾ കാരണം വെച്ചാൽ അത് എല്ലാ വർഷവും പറഞ്ഞു തരുന്നതാണ്. കഴിഞ്ഞ തവണ ബഡ്ജറ്റിലും KSRTC ഡിപ്പോ ഒക്കെ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് ഇത്തവണ അതിൻ്റെ ഒരു ആവർത്തനമാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യുമെന്നാണ്. പക്ഷേ ഗവൺമെന്റ് ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടാണെങ്കിൽ പാശ്ചാത്തല സൗകര്യം നമ്മുടെ മുനിസിപ്പാലിറ്റി ഉണ്ടാക്കി കൊടുക്കണം. അതിനാവശ്യമായ സ്ഥലം അനുവദിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഗവൺമെന്റ് ഇതിനെ സഹായിക്കുള്ളൂ. ഇപ്പോൾ ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞു, ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിൽ വരുന്നതിനെ കുറിച്ച്. ജനറൽ ഹോസ്പിറ്റലിൽ വേണ്ട സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ സ്ഥലമുണ്ട്. ആ സ്ഥലം ഞങ്ങൾ വെച്ച് നിങ്ങൾക്കത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിക്കണമെന്ന് പറയണം. അല്ലാതെ നമ്മൾ ഗവൺമെന്റ് അനുവദിച്ചാൽ ചെയ്യും എന്ന് പറയുന്നത് അർത്ഥമല്ല. ഗവൺമെന്റ് അനുവദിച്ചതാണ് 2016 അനുവദിച്ചതാണിത്. മറ്റേ മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പല മുനിസിപ്പാലിറ്റികളും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തിന് പ്രാഥമികമായിട്ട് വേണ്ടത് സ്ഥലം ഏറ്റെടുക്കലാണ്. ആ സ്ഥലം മഞ്ചേരിയിൽ ധാരാളം ആളുകളിൽ സൗജന്യമായി തന്നെ സ്ഥലം തരാൻ തയ്യാറുള്ളവരുണ്ട്. അങ്ങനെ അവരെ സമീപിച്ച് സ്ഥലം ഏറ്റെടുക്കാൻ നമ്മളെ മറ്റേ മുനിസിപ്പൽ ഭരണസമിതി ഞങ്ങളോട് സഹായിക്കും. ആ സഹായത്തോട് ചെയ്താൽ ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ള സഹായവും നല്ല രീതിയിൽ